ചേട്ടാ ചേട്ടൻ വീഡിയോകളൊക്കെ ചെയ്യുന്ന ആളാന്ന് എനിക്കറിയാം. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാലേ, ഈ കേരളത്തിൽ കുറെ വലിയ മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറെ ആളുകൾക്ക് ജോലി കിട്ടുമെന്ന് പറയുന്നു. പിന്നെ കുറെ ഭയങ്കര വിലക്കുറവിന് സാധനങ്ങൾ കൊടുക്കുന്നു പറയുന്നു. അതുകൊണ്ടൊക്കെ കേരളത്തിന് എന്ത് നേട്ടം ഉണ്ടാവാൻ പോണെന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇപ്പോൾ സംഗതി ഹൈപ്പർ മാളുകൾ, വലിയ വലിയ മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ വരുന്നുണ്ട്. 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ കൊടുക്കുന്നു. ഭയങ്കര വില കുറവ് ഒക്കെ സംഭവം പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇതുകൊണ്ട് സംഭവിക്കാൻ പോണെന്ന് കഴിഞ്ഞാൽ, കേരളത്തിലെ ചെറുകിട കച്ചവടക്കാരായ 10,000-കണക്കിന് കടക്കാരുണ്ട്. ഈ കടകളും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്തരം മുഴുവൻ സ്ഥാപനങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് പൂട്ടിപ്പോവും എന്നുള്ളതാണ് ഇതിൻ്റെ ഏക ലാഭം. കാരണം ചില വസ്തുക്കൾ അവിടെ 1-2 ഐറ്റംസ് റേറ്റ് കുറവിന് കിട്ടും. പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ റേറ്റ് കൂടുതൽ തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തെ ചെറുകിട കടകളും ഒരു സ്ഥാപനങ്ങളും ഒന്നും പൂട്ടിപ്പൊളിഞ്ഞു പോയാൽ ഭാവിയിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഒരു കുഞ്ഞു സാധനത്തിന് പോലും മാളിലേക്ക് പോകേണ്ടി വരും. നമുക്കറിയാം, മറ്റേ പല കമ്പനികളും ഓഫറുകളും കാര്യങ്ങളൊക്കെ നൽകും. പക്ഷെ മറ്റുള്ള ചെറുകിട സ്ഥാപനങ്ങളും പൂട്ടിപ്പോയാൽ ഈ ഓഫറുകളും ഉണ്ടാവില്ല, ഈ ഡിസ്കൗണ്ടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത്, ഇത്രയധികം സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നപ്പോൾ നമ്മുടെ കടയിൽ ഒരു 10 ആൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പൂട്ടി പോകണം, നമ്മുടെ കടയിലെ സ്റ്റാഫിന് പണി ഉണ്ടാവില്ല. ഇതേപോലെ കേരളത്തിലെ വ്യാപാര വ്യവസായ മേഖലയിൽ, ചെറുകിട കച്ചവട മേഖലയിൽ മുഴുവൻ കടക്കാരും പൂട്ടിപ്പോകേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വൻകിട കമ്പനിക്കാരെ ഈ ഇത്തരം ആളുകളെയാണ് സർക്കാരുകളും 100% പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് ചെറുകിടക്കാർക്ക് സർക്കാർ യാതൊരു ആനുകൂല്യങ്ങളും നൽകുന്നില്ല. വാടക, കെട്ടിടത്തിൻ്റെ വാടക, കറണ്ട് കാശ്, GST, പല പല വിഷയം, പല പല ടാക്സുകൾ, ബില്ലിംഗ് ടാക്സ്, പിന്നെ ലൈസൻസ്, പല പല വിഷയങ്ങളും മറികടന്നുകൊണ്ട് ഈ ചെറുകിട സാധാരണക്കാരായ കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുമ്പോൾ വമ്പൻ മാളുകളിൽ വൻ ഓഫറുകളും ഇത്തരം കാര്യങ്ങളൊക്കെ നൽകുമ്പോൾ ഇതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. തൊഴിലവസരം കിട്ടുമ്പോൾ തൊഴിൽ ചെയ്യാനായിട്ട് ഈ കൂട്ടിപ്പോകുന്ന ചെറുകിട കച്ചവടക്കാർ മുഴുവനും ഇത്തരം സ്ഥാപനങ്ങൾ പോയിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത്. താൽക്കാലികമായിട്ട് വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും ഇത് കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്ത് 10 ആൾക്ക് ഗുണം കിട്ടണമെങ്കിൽ ഒരു 90 ആൾക്ക് ഇതുകൊണ്ട് നഷ്ടമാണ് വരാൻ പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറുകിട കച്ചവടം നടന്ന ആളായതുകൊണ്ട് ആണ് ഈ പറഞ്ഞത്. സാധാരണക്കാരും നോക്കുമ്പോൾ ഒറ്റയടിക്ക് പല സാധനങ്ങളും വില കുറവിന് കിട്ടുമെന്ന് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ലാഭം പോലെ തോന്നും. പക്ഷെ ഒരു സമയത്ത് ഇതെല്ലാം ദോഷമായിട്ട് മാറുന്നതാണ് നമ്മുടെ. ഇനി എന്താണ് ഇതിനെപ്പറ്റി ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാണെങ്കിൽ പറഞ്ഞു. വരാൻ പോണ കാലഘട്ടം ഓ അല്ലേ, ശരി ശരി.